പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന് അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ആ ഒരു സൈനിക നടപടിയിലൂടെ നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഭാരതം നൽകിയത്. ആ ഒരു സൈനിക നടപടിക്ക് ചുക്കാൻ പിടിച്ച എല്ലാ ധീര ജവാന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. ഒപ്പം തന്നെ ആ ഒരു സൈനിക നടപടിക്ക് ഇച്ഛാശക്തിയോടെ തുടക്കം കുറിച്ച അതിനുവേണ്ട എല്ലാ അനുമതിയും നൽകിയ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ ഒരു ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനും ഇന്ത്യയുമായി ഉടലെടുത്ത ആ ഒരു സംഘർഷങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ഒരു പേരാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ BLA പോലുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ആ ഒരു സംഘടന. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബലൂചിസ്ഥാൻ? ഈ പാകിസ്ഥാന് എന്തുകൊണ്ട് ബലൂചിസ്ഥാൻ ഒരു തലവേദനയായി മാറുന്നു? പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖലയിലെ ജനങ്ങളോട് കാണിക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ തീർച്ചയായിട്ടും അത് ലോകം അറിയേണ്ടതുണ്ട്, പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. എന്താണ് ബലൂചിസ്ഥാൻ, അവിടെ നടക്കുന്ന പ്രതിസന്ധികൾ? ഒരുപക്ഷെ ഒരു പുതിയ രാജ്യത്തിൻ്റെ പിറവി, പാകിസ്ഥാനിൽ നിന്നും ഒരു പുതിയ രാജ്യത്തിൻ്റെ പിറവി നമുക്ക് അടുത്ത കാലത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഇന്ത്യ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ആ മേഖലയിലെ സംഭവ വികാസങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ ജോൺ, ഓപ്പറേഷൻ സിന്ദൂർ വളരെ ചരിത്ര പ്രാധാന്യമേറിയ ആ ഒരു സൈനിക നടപടിയിലൂടെ നമ്മുടെ രാജ്യം, നമ്മുടെ മാതൃരാജ്യമായ ഭാരതം വളരെ നിർണായകമായിട്ടുള്ള ഒരു വിജയം, എല്ലാ തലമുറകളും ഓർത്തിരിക്കാൻ പോകുന്ന രീതിയിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിജയം ഭീകരതയ്ക്കെതിരെ, പാകിസ്ഥാനെതിരെ നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്ത എല്ലാ സൈനികർക്കും, നമ്മുടെ എല്ലാ ധീര ജവാന്മാർക്കും നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു നിലപാട് ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇന്നത്തെ ഒരു നിലപാടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ നടത്തിയ ആ ഒരു സൈനിക നടപടികൾ, ആ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രദേശത്തിൻ്റെ ഒരു പേരാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഈ കഴിഞ്ഞ മാർച്ച് അതിൻ്റെ ഒരു മധ്യഭാഗത്തോടു കൂടി തന്നെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വിമതർ അവരുടെ നേതൃത്വത്തിലൊരു ട്രെയിനൊക്കെ തട്ടിയെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബലൂചിസ്ഥാൻ എന്താണ്? അവർ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഒരു മനോഭാവം എന്താണ്? ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവരുടെ ഒരു മനോഭാവം എന്താണ് എന്നത് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അത് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ആ ബലൂചിസ്ഥാൻ പ്രവിശ്യ നേരിടുന്ന, ആ ഒരു പ്രദേശം നേരിടുന്ന ആ ഒരു പ്രതിസന്ധി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്ന ആ ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ ഈ ചതിക്കിണികൾ അല്ലെങ്കിൽ ചതിക്കുഴികൾ, അവരുടെ പൊള്ളത്തരങ്ങളൊക്കെ കൃത്യമായിട്ടും ജനങ്ങളുടെ മധ്യേ നമുക്ക് തുറന്നു കാണിക്കാൻ സാധിക്കും. നമുക്ക് പാകിസ്ഥാൻ എന്ന രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മത ഭീകരത മൂലം അല്ലെങ്കിൽ ഭരണകൂട ഭീകരത മൂലം, മത തീവ്രവാദം മൂലം നിരവധി നിഷ്കളങ്കരുടെ രക്തം വീണ്, കണ്ണീര് വീണ് കുതിർന്ന ഒരു മണ്ണാണ് ഈ പാകിസ്ഥാൻ്റേത്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ. ഒപ്പം ഇറാന്, അഫ്ഗാനിസ്ഥാൻ, ഒപ്പം തന്നെ സിന്ധ് പ്രവിശ്യ, ഒപ്പം അതിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് പോകുമ്പോൾ അറബിക്കടലുമായിട്ട് ഒരു അതിർത്തി പങ്കിടുന്നു. ഒപ്പം തന്നെ ഗ്വദാർ തുറമുഖം നമുക്കറിയാം, ആ തുറമുഖത്തിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം നമുക്കറിയാം. അപ്പോൾ ഈ 2016 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പൊതുസഭയിൽ ഇന്ത്യയുടെ അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഒരു 18 മിനിറ്റ് നീണ്ട ഹിന്ദിയിലൊരു ഉശിരൻ പ്രസംഗം തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ ചില പ്രസക്തമായിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ ബലൂചിസ്ഥാൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ അവർ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ചില വാചകങ്ങളാണ്. ഭീകരതയുടെ ഭാഷ സംസാരിക്കുകയും ഭീകരത വളർത്തുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങൾ നമുക്കിടയിലുണ്ട്. അവരെ ഒറ്റപ്പെടുത്തണം. അവർക്ക് രാജ്യാന്തര കൂട്ടായ്മകളിൽ ഇടമുണ്ടാകരുത്. മറ്റുള്ളവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ആത്മപരിശോധന നടത്തണം. ബലൂചിസ്ഥാനിലടക്കം നിങ്ങളുടെ പൗരന്മാർക്ക് നേരെ നടത്തുന്ന ക്രൂരമായ അതിക്രമങ്ങൾ കണ്ണു തുറന്നു കാണണം. ബലൂച്ച് ജനതയ്ക്ക് നേരെയുള്ളത് ഏറ്റവും ഭയാനകമായിട്ടുള്ള
ഭരണകൂട ഭീകരതയാണ്. അപ്പോൾ ഈ ഒരു പ്രസംഗം അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നടത്താനുള്ളൊരു പശ്ചാത്തലമുണ്ട്. അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷരീഫ് ഇന്ത്യ കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനൊരു ചുട്ട മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു ഉശിരം പ്രസംഗം തന്നെയാണ് സുഷമ സ്വരാജ് നടത്തിയത്. നമുക്കിനി ബലൂചിസ്ഥാന്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ ഗാന്ധിയൻ ആശയങ്ങൾ വളരെയധികം ആഴത്തിൽ വേര് ഇറങ്ങിയ ഒരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ. മഹാത്മാഗാന്ധിക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഒക്കെ, അദ്ദേഹമാണ് ഈ ഗാന്ധിയൻ ആശയങ്ങളൊക്കെ ഈ ബലൂചിസ്ഥാൻ ആ ഒരു പ്രവിശ്യ മേഖലയിലൊക്കെ പ്രചരിപ്പിച്ചത്. അപ്പോൾ ഒരു ഇന്ത്യ അനുകൂല മനോഭാവം എന്നും ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. സുന്നി മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരു വംശീയമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ളത്. ഈ ബലൂചിസ്ഥാൻ ആ ഒരു പ്രദേശം നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഒരു വളരെ വലിയൊരു ചതിയിലൂടെ, പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ വലിയൊരു ചതിക്ക് ഇരയായിട്ടുള്ള പ്രദേശം തന്നെയാണ് ബലൂചിസ്ഥാൻ. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഈ കലാൻ, മക്രാൻ, ലാസ്ബെല, കലാട്ട് എന്നീ നാട്ടുരാജ്യങ്ങൾ ഈ കൂടിച്ചേരുന്നതാണ് ഈ ബലൂചിസ്ഥാൻ മേഖല. അതിൽ തന്നെ ഈ 3 പ്രദേശങ്ങളെ വളരെ ചതിയിലൂടെയാണ്, വളരെ എന്താണ് പറയുന്നത്, ആ ജനങ്ങളെ ചതിച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ ജിന്ന, ഈ പാകിസ്ഥാന്റെ നേതാവ് ജിന്ന പാകിസ്ഥാനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതായത് ബ്രിട്ടീഷ് ഭരണം ആ ഭരണം അവസാനിപ്പിച്ച് പോകുമ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കാനായിരുന്നു ബലൂചിസ്ഥാന്റെ ആഗ്രഹം, ഈ നാട്ടുരാജ്യങ്ങളുടെ ആഗ്രഹം. പക്ഷേ വളരെ ചതിപ്രയോഗത്തിലൂടെ, ബലപ്രയോഗത്തിലൂടെയാണ് ഈ ബലൂചിസ്ഥാൻ മേഖലയെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർത്തത്. ഈ കലാട്ട് പോലുള്ള മേഖലകളൊക്കെ ഒരു ഇന്ത്യ അനുകൂല, അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിൽക്കണം എന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. പക്ഷേ ചതിപ്രയോഗത്തിലൂടെ കൂട്ടിച്ചേർക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഒരു വിഘടനവാദത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാൻ ആ ടോട്ടൽ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ നോക്കുമ്പോൾ 39 അല്ലെങ്കിൽ 40% വരും ബലൂചിസ്ഥാന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ പോപ്പുലേഷൻ വെറും 5%. പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരി നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. വളരെയധികം ധാതു സമ്പത്ത്, നാച്ചുറൽ ഗ്യാസ്, ഈ കോള്, കൽക്കരി പോലുള്ള ധാതു സമ്പത്ത് ഈ മേഖലയിലുണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് ഈ മേഖലയിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒരു പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ഒരു എക്സ്പ്ലോയിറ്റേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഭീകരരെന്നൊക്കെ മുദ്ര കുത്തി അവിടുത്തെ ആക്ടിവിസ്റ്റുകളെ, ജേർണലിസ്റ്റുകളെ ഒക്കെ കൊന്നെടുക്കുന്ന ഒരു പ്രവണത പലപ്പോഴും ബലൂചിസ്ഥാൻ മേഖലയിലെ ജില്ലകളിലൊക്കെ ഒരു കൂട്ടക്കുഴിമാടങ്ങളൊക്കെ പലപ്പോഴും കണ്ടെടുക്കപ്പെട്ടതായിട്ട് പല അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ബലൂചിസ്ഥാൻ നേതാക്കളൊക്കെ ഇന്ത്യക്ക് വളരെ വലിയൊരു പിന്തുണ നൽകിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെ അതിൻ്റെ ഒരു കിഴക്കൻ മേഖലയിൽ നിന്നും ആക്രമിക്കുമ്പോൾ വെസ്റ്റേൺ മേഖലയിൽ നിന്നും പാകിസ്ഥാനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന ഒരു ഉറപ്പ് അവർ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം 71ഓളം ഇടങ്ങളിലാണ്, 51ഓളം സ്ഥലങ്ങളിലായി 71ഓളം തവണയാണ് ഇവർ ആക്രമണമൊക്കെ നടത്തിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി. എന്തുകൊണ്ട് ബലൂചിസ്ഥാൻ മേഖലയിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഒരു അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നു, അവരെന്തുകൊണ്ട് പാകിസ്ഥാനെ തിരിയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജോൺ, നമുക്ക് ഇതിൻ്റെ ഒരു കുറെ കൂടി ഒരു ആഴത്തിലേക്ക് പോകുമ്പോൾ, വളരെ വലിയൊരു അടിച്ചമർത്തലല്ലേ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ബലൂചിസ്ഥാൻ മേഖലയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് 70കളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള വിഘടനവാദം അവിടെ നടന്നിരുന്നു. അപ്പോൾ അവിടുത്തെ നേതാക്കന്മാരെയൊക്കെ പാക് ഭരണകൂടം ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ, അത്തരത്തിൽ വലിയൊരു അടിച്ചമർത്തൽ, കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ, പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ ബലൂചിസ്ഥാൻ മേഖലയിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദാരുണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ലേ? ബലൂചിസ്ഥാനിലെ ആളുകൾ ശരിക്കും ഒരു തീവ്രവാദികളല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും മറ്റു ലോകരാജ്യങ്ങൾ തന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. സ്വന്തം എത്നിക് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആൾക്കാരാണ് ബലൂചിസ്ഥാനിലെ ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ മാത്രമല്ല, പാകിസ്ഥാൻ്റെ വംശീയാധിക്ഷേപത്തിനെതിരെ, അതുപോലെ തന്നെ മാർജിനലൈസേഷനെതിരെ, അതായത് ബലൂചിസ്ഥാനിലെ ആൾക്കാർ ഇപ്പോൾ ജോയ് സാർ പറഞ്ഞ പോലെ 40% ഓഫ് ലാൻഡ്, അതായത് പാകിസ്ഥാന്റെ സിംഹഭാഗം ലാൻഡ് ഈ ബലൂചിസ്ഥാൻ മേഖലയിലാണ് കിടക്കുന്നത്. പക്ഷേ അവരുടെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നോക്കുമ്പോൾ ഇവർക്ക് 339 സീറ്റുകളിൽ ആകെ 20 സീറ്റാണ് ഈ പറയുന്ന മേഖലയ്ക്ക് കിട്ടുന്നുള്ളൂ. തീർച്ചയായിട്ടും വലിയൊരു വംശാധിക്ഷേപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി
അല്ലെങ്കിൽ പാകിസ്ഥാനിൽ മാറി വേറെ സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ 7-ാം നൂറ്റാണ്ട് തൊട്ടാണ് ഈ ഇസ്ലാമൈസേഷൻ നമ്മുടെ ഈ ബലൂചിസ്ഥാൻ മേഖല, പാകിസ്ഥാൻ മേഖലയിലൊക്കെ ഇസ്ലാമൈസേഷൻ വരുന്നത്. എന്നാലും അതിൽ ഇസ്ലാം ഒരു കംപ്ലീറ്റ് ഒരു ഇസ്ലാം ട്രൈബ്, അവിടെ ഓൾറെഡി ട്രൈബൽ ഉണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ് ആയിരുന്നില്ല. പിന്നീട് 10, 11, 12 നൂറ്റാണ്ടുകളിലാണ് ബലോക്ക് എന്നറിയപ്പെടുന്ന ട്രൈബുകൾ, ബലോക്സ് എന്ന പേരുള്ള ട്രൈബുകൾ ഈ ഇറാൻ മേഖല, ഇന്നത്തെ ഇറാൻ പ്രദേശങ്ങളിൽ ആ ഭാഗത്തുനിന്ന് ഈ ബലൂചിസ്ഥാനിലേക്ക് ചേക്കേറുന്നത്. അപ്പോൾ അന്ന് ട്രൈബുകൾ ചേക്കേറി പിന്നീട് അവിടുത്തെ 1660 കണേറ്റ് ഓഫ് കലാട്ട് അത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1660 കണേറ്റ് ഓഫ് കലാട്ട് സ്ഥാപിച്ച് ഇവിടെയുള്ള ബാക്കിയുള്ള ബലൂചിസ്ഥാനിലെ ബാക്കിയുള്ള ട്രൈബുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആക്കി മാറ്റിയായിരുന്നു. കണേറ്റ് ഓഫ് കലാട്ട് എന്ന് പറഞ്ഞ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മാറ്റിയായിരുന്നു. അപ്പോൾ അവരെ അതിൻ്റെതായ ഓട്ടോണമസ് ആയിട്ടുള്ള അധികാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിയായിരുന്നു. അതിനുശേഷമാണ് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം നോക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം നോക്കുമ്പോൾ വീണ്ടും ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഒരു 3 സ്റ്റേറ്റ് ആയിട്ട് വീണ്ടും വിഭജിക്കപ്പെടുന്നത് കാണാം. അതായത് കണേറ്റ് ഓഫ് കലാൻ, ബ്രിട്ടീഷ് രാജ് ഡയറക്റ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങ്. പക്ഷേ 1947-48 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് രാജ് പിന്തിരിയുമ്പോൾ ഈ അവിടുത്തെ കണേറ്റ് ഓഫ് കലാട്ടിലെ അല്ലെങ്കിൽ കലാട്ടിലെ ആ ബലൂചിസ്ഥാനിലെ പ്രധാന ലീഡർ, ബലൂചിസ്ഥാനിലെ നേതാവിനെ വളരെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ അതുപോലെ തന്നെ മിലിറ്ററി സമ്മർദ്ദങ്ങളിലൂടെ ഈ പാകിസ്ഥാനിൽ കൂട്ടിച്ചേർക്കാനുള്ള എല്ലാ പദ്ധതിക്കും ഒരു കട. അപ്പം 1948 ഇങ്ങനെ ഈ അവിടുത്തെ നവാബ്, അവിടുത്തെ ബലൂചിസ്ഥാനിലെ പ്രധാന നേതാവ് ഇതിന് ഒപ്പിടുന്നത്. അങ്ങനെ ബലൂചിസ്ഥാൻ, പക്ഷേ അതേസമയം ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റിന് ഇതിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്വന്തം എത്തിനിസിറ്റി കീപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണമെന്നായിരുന്നു. അപ്പോൾ ഇതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാകുന്ന 1948 ഫസ്റ്റ് ഇൻസർജൻസ്, ആയുധ കലാപം ഉണ്ടാകുന്ന 1948 പിന്നെ വരുന്ന 1958. പക്ഷേ ഈ പറയുമ്പോൾ ഏറ്റവും വലിയൊരു കലാപം വരുന്നത് 1973 അതായത് ഈ പ്രൊവിൻഷ്യൽ, അതായത് ഡിസ്മിസൽ ഓഫ് പ്രൊവിൻസ് എന്നുള്ള രീതിയിൽ ഒരു നിയമം വന്നു. ബലൂചിസ്ഥാൻ ആ പ്രൊവിൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു നിയമം എടുത്തു കളഞ്ഞു. അങ്ങനത്തെ ഒരു നിയമം കൊണ്ട് വന്നു. അപ്പോൾ അതിനുശേഷമാണ് വലിയൊരു കലാപം തന്നെ, അവിടെ സായുധ കലാപം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10,000-കണക്കിന് ആൾക്കാർ മരിച്ചുപോയി, കുറേ ആൾക്കാർ ഡിസ്പ്ലേസ് ആയിപ്പോയി. അപ്പോൾ ഈ കലാപത്തിന് ശേഷം പിന്നെ ഒരു കലാപം ഉണ്ടാകുന്നത് 2004. അപ്പോൾ ഇതിനിടയിൽ തന്നെ 1978 ആ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന BLF, ബലൂചിസ്ഥാൻ ലിബറൽ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പാർട്ടി, അതുപോലെ 2000 BLA, ബലൂചിസ്ഥാൻ ലിബറൽ ആർമി എന്ന് പറഞ്ഞ പാർട്ടി, അങ്ങനെ പാർട്ടികൾ ഗ്രൂപ്പുകളാണ്. ഇവരുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഇവരുടെ പ്രധാന ഉദ്ദേശം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളുടെ, അതായത് പാക് മിലിറ്ററിയിൽ നിന്നും പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യത്തിന്റെ അധിനിവേശത്തിൽ നിന്നും രക്ഷ പ്രാപിക്കണം, അല്ലെങ്കിൽ മോചനം നേടുന്നതാണ്. കാരണം അവിടെ നാച്ചുറലായിട്ട് കുറേ റിസോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ 1952 അവിടെ സ്യൂയി ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു, അത് പ്രദേശത്ത് കണ്ടുപിടിച്ച നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പോൾ പല സ്ഥലങ്ങളിലേക്കും ഈ നാച്ചുറൽ ഗ്യാസ് ഇവർ കൊടുത്തുവിടുന്നുണ്ട്. പഞ്ചാബ്, സിന്ധ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ കൊടുത്തുവിടുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഒരു ഉപകാരവും, ലിറ്ററലി ലിറ്റിൽ ബെനിഫിറ്റ്സ് ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ ആൾക്കാർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ പുതിയ പ്രോഗ്രാംസ്, ഈ ചൈന പാകിസ്ഥാനായിട്ട് ഭയങ്കര ടൈപ്പ് ആണ്. അപ്പോൾ അവരുടെ പ്രോഗ്രാംസ് ആണ് ഈ പറയുന്ന CBEC, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, അതായത് റെയിൽവേസ് അവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു, റോഡ് വേസ്. അതുപോലെ തന്നെ അപ്പോൾ പാകിസ്ഥാനിലെ ആൾക്കാർക്ക് കുറേ ജോലി കിട്ടുന്ന ഒരു മേഖലയാണത്. അതുപോലെ തന്നെ ചൈനക്കാർക്കാണെങ്കിൽ നേരിട്ട് പല ഷിപ്പ് യാർഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവരുടെ പല തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാകിസ്ഥാനിലെ പ്രവേശിച്ച് അവർക്ക് കൂടുതൽ ജോലി കിട്ടുമെന്നാണ് പ്രധാന ഉദ്ദേശം. പക്ഷേ ബലൂചിസ്ഥാനിലെ ആൾക്കാർക്ക് ഇതിന്റെ യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല, ലിറ്റിൽ ബെനിഫിറ്റ് എന്നാണെങ്കിൽ പറയാം. അങ്ങനെ അതുകൊണ്ട് ഇതൊക്കെ പ്രക്ഷോഭിക്കുകയാണ്. വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ വാം ഡീപ് സീ പോർട്ട് എന്ന് പറഞ്ഞത്. അതായത് വാം ഡീപ് സീ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്ക രാജ്യങ്ങൾക്കും ഈ ഡീപ് സീ പോർട്ടുണ്ട്. പക്ഷേ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് പോയ റഷ്യ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് പോയ ഡീപ് സീ പോർട്ടൊക്കെ ഈ വർഷത്തിൽ പല സമയത്തും അത് ഫ്രീസ് ആവും. അതേസമയം ഈ പറയുന്ന ഈ വാം ഡീപ് സീ പോർട്ട് എന്ന് പറഞ്ഞാൽ വർഷത്തെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോർട്ടാണ് വാം ഡീപ് സീ പോർട്ട്. അപ്പോൾ പാകിസ്ഥാൻ 2 വാം ഡീപ് സീ പോർട്ടുണ്ട്. ഒന്ന് കറാച്ചിയിലാണ്, പിന്നെ ഉള്ളത് ഗ്വാർദയിലാണ്. അപ്പോൾ ഈ പറയുന്ന ഈ പോർട്ടിലെ ഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ്
അതിൽ കൂടെ ഉണ്ടാകുന്ന ലാഭങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി നോക്കുമ്പോൾ ഇവരുടെ നിന്ന് കുറേ സാധനങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഈ കോൾ, അവിടെയുള്ള പ്രധാന ഈ ധാതുക്കളാണ് പ്രധാനമായിട്ട് കോൾ, അതുപോലെ തന്നെ ഗോൾഡ്, പിന്നെ ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനെ അതുപോലെ ചെമ്പ്, ഇതുപോലുള്ള കുറേ സാധനങ്ങൾ. പക്ഷേ ഇതൊക്കെ മൈനിങ് ഒക്കെ ഈ പറയുന്ന പാകിസ്ഥാനികൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ യാതൊരു ബെനിഫിറ്റും അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നില്ല. അപ്പൊ പാകിസ്ഥാന്റെ ഈ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഏരിയ ഏറ്റവും ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനിലെ ഇത്ര വലിയ പ്രദേശമാണ്, 40%, പാകിസ്ഥാന്റെ 40%, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാലും 5% ആൾക്കാരോട് താമസിക്കുന്നത് പറഞ്ഞാലും ഏറ്റവും ലോവസ്റ്റ് ലിറ്ററസി റേറ്റും അരിക് ജീവിതങ്ങളാണ് ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ താമസിക്കുന്നത്. മാത്രമല്ല ഈ ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് രാജ്യമാണ് ഇറാഖ്. അതേസമയം പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അപ്പൊ ഈ തീവ്രവാദികൾ കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഭീകരവാദികൾ, മതരാഷ്ട്രീയ ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ അവർ കൂടുതലും ഉരുവാക്കപ്പെടുന്നത് ഈ പാകിസ്ഥാന്റെ മറ്റു പ്രദേശങ്ങളിലാണ്, ബലൂചിസ്ഥാൻ ഒഴിച്ചുള്ള പ്രദേശങ്ങളിലാണ്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ഉണ്ടെന്നുള്ളൂ. ഈ മിലിറ്ററി എന്ത് ചെയ്യുന്നത്? ബലൂചിസ്ഥാനിലെ ജനങ്ങളെ അടിച്ചമർത്താണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ പറയുന്ന UN ഉൾപ്പെടെയുള്ള പല ഫേമസ് ആയുള്ള യുഎനും അതുപോലെ പല സംഘടനകളും ഉയർത്തിയൊരു കൺസേൺ ആയിരുന്നു ബലൂചിസ്ഥാനിലെ ഹ്യൂമൻ ഫ്രീഡം, അതായത് മനുഷ്യന്റെ അവകാശ ലംഘനം. ഈ പാകിസ്ഥാൻ മിലിറ്ററി അവിടെ കൊണ്ട് നടത്തുന്ന പല അവകാശ ലംഘനങ്ങളും വളരെ വിഷയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബലൂചിസ്ഥാനിലെ ആൾക്കാർ ജീവിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്രശ്നത്തോടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബലൂചിസ്ഥാനിലെ ആൾക്കാർ കണ്ട ഒരു സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാവുകയായിരിക്കാം. അപ്പോൾ അവർക്കൊരു സ്വന്തം നാഷണൽ പാർട്ടി രൂപീകരിച്ച് പാകിസ്ഥാനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ജീവിക്കണമെങ്കിൽ അവിടെയുള്ള റിസോഴ്സ് അവർക്കാണ്, അവരുടെ എത്തിസിറ്റി അവർക്ക് കീപ്പ് ചെയ്യാം. മറ്റു രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇറാൻ അങ്ങനെയുള്ള രാജ്യങ്ങളായിട്ടുള്ള എന്താ പറയുക നയതന്ത്രമായ കാര്യങ്ങൾ അവർക്ക് കീപ്പ് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ഒരു വലിയ ജനതയാവും മാറാം. കാരണം ഈ 40% ലാൻഡ് അവരുടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഭീകരവാദികൾ എന്നതിനേക്കാൾ ഉപരി അവർ ഈ പറയുന്ന സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടി, എത്നിക് ഐഡന്റിറ്റിക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു ജനതയാണ് അതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ടൈറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അവർ സെക്യുലർ ഭാഗമാണ് പ്രൊവിൻസ് എങ്കിലും കൂടുതലും ഇസ്ലാമിസ്റ്റ് ആയിട്ട് അനുഭാവികളാണ് അവിടെ താമസിക്കുന്നത്. അതേസമയം ഷിയ ആയിട്ടുള്ള ഈ പറയുന്ന ഇസ്ലാമിലെ സുന്നി ഷിയ അങ്ങനെയുണ്ടല്ലോ, ഈ ഭാഗത്തിൽ ഷിയാക്കാർക്കാണ് അവിടെ കൂടുതൽ സപ്രഷൻ വരുന്നത്. എന്നിട്ടും ഇവർ ഈ പാകിസ്ഥാനികളുടെ ഭൂരിഭാഗം വരുന്ന പാകിസ്ഥാനികളുടെ അടിച്ചമർത്തലിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ അന്ന് ആദ്യമായിട്ട് സിന്ദൂറിന്റെ ആദ്യത്തെ ഓപ്പറേഷൻ നടന്നപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ ഒരു വലിയ മിലിറ്ററി ട്രക്ക് കത്തിച്ചളഞ്ഞെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ബലൂചിസ്ഥാൻ സാവധാനം ഇൻ ഫ്യൂച്ചർ ഒരു ഓട്ടോണമസ് രാജ്യമായേക്കാം വളരെ സാധ്യതയുള്ള ഇതാണ്. കാരണം അതേസമയം BLA പോലെയുള്ള BLA ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വലിയൊരു ആർമി ആയിട്ട് അവിടെ നിൽക്കുന്നത്. അതുപോലെയുള്ള ഒരു വെപ്പൺ, കൂടുതൽ ആയുധങ്ങളൊക്കെ അവർക്കുണ്ട്. ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പിൽക്കാലത്ത് മാറിയേക്കാമെന്ന് ചിന്തിക്കാം. ചിലപ്പോൾ ഇന്ത്യയായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിൽ. അത് കറക്റ്റാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ BLAയുടെ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ബലൂചിസ്ഥാൻ്റെ ഒരു എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് ആരംഭിക്കണം, അത്തരത്തിലുള്ള കാര്യം. മറ്റ് രാജ്യങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രഖ്യാപന വേളയിൽ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്ന രാജ്യത്തിൻ്റെ നേതാക്കളൊക്കെ വരണം എന്നൊക്കെയുള്ളൊരു കാര്യം. അപ്പോൾ ജോൺ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ഒരു തരത്തിൽ പറയാൻ സാധിക്കും, പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭീകര പ്രവർത്തനം, അതിനെതിരെ ശക്തമായിട്ടും പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രദേശത്ത് നിന്നും ഉയരുന്ന ഒരു വലിയൊരു ശബ്ദം എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാനിൽ നിന്നാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന തങ്ങളുടെ റിസോഴ്സ് ദുരുപയോഗം ചെയ്ത് ഈ പാകിസ്ഥാൻ ഭരണകൂടം ഭീകരരെ തീറ്റിപ്പോറ്റുകയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടും അറിയാൻ സാധിക്കും. അപ്പോൾ റോബിൻ, നമുക്ക് മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ ഇപ്പം ജോൺ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ BLA പോലുള്ള സംഘടനകൾ വലിയൊരു ആർമിയായിട്ട് തന്നെ ഒരു സായുധ സ്വഭാവമുള്ള ഒരു ആർമിയായിട്ട് തന്നെ അവിടെ രൂപം പ്രാപിച്ചു വരികയാണ്. ഈ BLAനെ ചില പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇതുവരെ ആ ഒരു സംഘടനയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ജോൺ പറഞ്ഞൊരു കാര്യം, ഈ പ്രദേശം വഴിയാണ് ഈ ചൈന പാകിസ്ഥാൻ ഒരു എക്കണോമിക് കോറിഡോർ. ഈ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്, ഈ ചൈനക്കാർ തങ്ങളുടെ ധാതുക്കൾ, തങ്ങളുടെ റിസോഴ്സ് എടുത്തുകൊണ്ട് പോകുന്നു, അത് പാകിസ്ഥാനിലെ ഭരണകൂടം അതിന് കൂട്ടുനിൽക്കുന്നു, തങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല, വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള, ഒട്ടും തന്നെ ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരു ഏരിയ ആയിട്ട് അത് മാറുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഇന്ത്യയുടെ ഒരു മനോഭാവം എങ്ങനെയായിരിക്കണം ഈ ബലൂചിസ്ഥാൻ ജനതയോട്? എനിക്ക് തോന്നുന്നത്
അതിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ബലൂചിസ്ഥാൻ്റെ കണക്ഷൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രം കൂടി എനിക്ക് തോന്നുന്നു നമ്മൾ എടുക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുൻപ് 1800 കാലഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയുടെ ഈ ഗുജറാത്ത് ഭാഗങ്ങൾ അതുപോലുള്ള ഭാഗങ്ങളിൽ വ്യാപകമായിട്ട് കലാപങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് അലി ജിന്ന ഒരു പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രം വേണം എന്നുള്ള ഒരു കാര്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. അന്ന് ജിന്ന ഈ മുസ്ലിം രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ ബലൂചിസ്ഥാനിലെ അധികാരികളോടും ജിന്ന ഇതേ ആവശ്യമാണ് അവരോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ശക്തമായിട്ടുള്ളൊരു ഇസ്ലാമിക് രാജ്യം ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ 1947 ആ സമയത്ത് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്ന ആ സമയത്ത് ഇതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീടാണ് പാകിസ്ഥാന്റെ ചതി ഇവർ തിരിച്ചറിയുന്നതും പാകിസ്ഥാനുമായിട്ട് കൃത്യമായിട്ട് 1948 കാലങ്ങളിൽ ഒരു ശത്രുതയിലേക്ക് പോകുന്നതെല്ലാം അതിനുശേഷമാണ്. പക്ഷേ അതിനു മുൻപ് ഇവർ ഇങ്ങനെ ഒരു മോട്ടീവിന് വേണ്ടിയാണ് ഒരുമിച്ച് നിന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അത് മാത്രമല്ല, ഒരുപക്ഷെ ആദ്യം ബ്രിട്ടീഷുകാർ സെപ്പറേറ്റ് കോൺക്വർ ചെയ്തതാണ് ഈ ബലൂചിസ്ഥാന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. വെച്ചാൽ ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഒരു സദേൺ ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഇറാന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളും കൂടെ കൂടിയതാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി, പാക് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഈ ബലൂചിസ്ഥാന്റെ പേരിലാണ്. ബലൂചിസ്ഥാന്റെ അവിടെ നിന്ന് ടെററിസ്റ്റുകൾ കയറി ആക്രമിച്ചു എന്നുള്ള ആരോപണത്തിന്റെ പേരിലാണ് അവർ തമ്മിൽ ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇറാൻ പാകിസ്ഥാന്റെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഈ ബലൂചിസ്ഥാൻ എന്നുള്ള കാര്യത്തിലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാന് പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അതേസമയം തന്നെ ഇറാനിലെ ബലൂചിസ്ഥാനിലും ഇതേ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഇതേപോലെ കടലിനോട് ചേർക്കുന്ന പ്രദേശമാണ്, അതുപോലെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി ഇവർ തമ്മിൽ നിലനിൽക്കുന്നത്. അതാണ് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം കൂടി, അങ്ങനെ ഒരു വശം കൂടി ഉണ്ട് ഇതിന്. പിന്നീട് പാകിസ്ഥാൻ ആർമി അതിൻ്റെ ഉള്ള ഒരു പ്രധാന ഫാക്ടറാണ് എങ്ങനെയാണ് പാകിസ്ഥാൻ ആർമി ഇവരെ കൈകാര്യം ചെയ്തതെന്നുള്ളൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ്. ഒന്ന്, പാകിസ്ഥാൻ ആർമി ഇവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഏകദേശം 5000-നും 10,000-നും ഇടയ്ക്ക് ആളുകൾ മിസ്സിംഗ് ആണ്. എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല, അത്രയും ആളുകൾ മിസ്സിംഗ് ആണ്. ഇതെല്ലാം പാകിസ്ഥാൻ്റെ ആർമി ഈ രീതിയിലാണ് ഇവരെ ടാക്കിൾ ചെയ്യുന്നത്. ഇപ്പം 2020 അവിടെയുള്ള ആക്ടിവിസ്റ്റുകളെ നമ്മൾ പറയും ഒരുപക്ഷെ നമ്മൾ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ പോയി കൊന്നുകളയുന്നത് പറയുന്നത്. പക്ഷേ ഇതേ കാര്യം കാനഡയിലടക്കം പോയിട്ട് പാകിസ്ഥാൻ എന്ന് വെച്ചാൽ അവർ മിസ്സിംഗ് ആണ്, അവർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്ടിവിസ്റ്റുകൾ, ഇപ്പോൾ ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആക്ടിവിസ്റ്റുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ പാകിസ്ഥാൻ അത്ര ക്രൂരമായിട്ടാണ് ഇവരെ എന്ന് വെച്ചാൽ ഇത്ര ആളുകൾ മിസ്സിംഗ് ആകുന്നു, അതുപോലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് ഇത് ടാക്കിൾ ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഇതുപോലെ ഒരു ലിബറേഷൻ ആർമി എല്ലാം ഉണ്ടായിട്ട് ഇവർ പാകിസ്ഥാനെതിരെ തിരിയുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇത്ര ക്രൂരമായിട്ടാണ് ഇവരെ പാകിസ്ഥാൻ, ഈ ബലൂജികളെ പാകിസ്ഥാൻ ടാക്കിൾ ചെയ്തത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത്. പാകിസ്ഥാനെ നമ്മൾ എടുക്കുക, പാകിസ്ഥാൻ ഇപ്പം മതത്തിന്റെ പേരിൽ ഇവരെ അതിന്റെ പേരിൽ കൂട്ടി നിർത്തി ഇവർ ഒരുമിച്ച് പോയി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് 1947 മുൻപ് അങ്ങനെ വലിയ ട്രഡീഷൻ ഒന്നുമില്ല. പക്ഷേ അതേസമയം ബലൂചിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു ട്രഡീഷന്റെ ഭാഗം കൂടിയാണ് ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് ആയി പോലെയും ബലൂച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അത് തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആണ്. കാരണം ഇപ്പം നിലവിലെ അവസ്ഥയിൽ ഏകദേശം 40% ആണ് ബലൂജുകൾ, എത്നിക് ബലൂജുകൾ അവിടെ ഉള്ളത്. 40% പസ്തൂണാണ്. ഇപ്പം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ബോർഡർ ചെയ്യുന്ന ഏരിയ എല്ലാം പസ്തൂൺ 40% പസ്തൂണാണ്. ഏകദേശം 82ഓളം സ്മോൾ, അല്പം വലുത് അത് ചെറുതുമായിട്ടുള്ള ഏകദേശം 82ഓളം ഗോത്രങ്ങൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളതൊക്കെയല്ല. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് നിർത്തി ഈ രീതിയിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഇത്ര ക്രൂരമായിട്ടാണ് പാകിസ്ഥാൻ ടാക്കിൾ ചെയ്തത് എന്നുള്ളത്. ആ പറയാ സ്വാതന്ത്ര്യവാദത്തെ എത്ര ക്രൂരമായാണ് ടാക്കിൾ ചെയ്തത് എന്നുള്ളത്. പിന്നെ അതിനും നമ്മളിപ്പോൾ ഏറ്റവും അടുത്തേക്ക് വരികയാണെങ്കിൽ ഈ ചൈനയുടെ ഒരു സാമീപ്യം എന്ന് പറയുന്നത് ഏകദേശം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇവർ ഏകദേശം 60-ന് മുകളിൽ ആളുകളെയാണ്, ചൈനീസ് ആളുകളെയാണ് ഇവർ കൊന്നു കളഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിന് കൊന്നു കളഞ്ഞിട്ടുള്ളത് 60-ന് മുകളിൽ. കാരണം അവർ പറയുന്നത് ഔട്ട്സൈഡ് സെറ്റിലേഴ്സ് എന്നാണ് ഇവർ വിളിക്കുന്നത്. അപ്പം അതിനോട് ഇവർക്ക്, കാരണം വ്യാപകമായിട്ട് ഗാദ്വാർ തുറമുഖം അടക്കം അവിടെ നിന്ന് വലിയ ബെൽറ്റ് ആൻഡ് റോഡ്, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഗാദ്വാർ തുറമുഖം അടക്കം ഇവരുടെ അവിടെയുള്ള മൈനിങ് അടക്കം എല്ലാ കാര്യങ്ങളും ചൈന നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാനെ, കാരണം $65 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് പാകിസ്ഥാനിൽ ചൈന നടത്തിയിരിക്കുന്നത്. 65 എന്ന് വെച്ചാൽ അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. അപ്പോൾ ആ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും
എന്നുള്ളതിനെ കുറിച്ച് ചൈനയ്ക്ക് വളരെ ആശങ്കയുണ്ട്. അതുകൊണ്ട് ചൈനീസ് ആർമിയെ തന്നെ ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്നതിനെ കുറിച്ച് ചൈന ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇവർ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ട് ഈ മേഖല അണ്ടർ ഡെവലപ്ഡ് ആയി കിടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ നമ്മൾ ആലോചിക്കണം 24 മുതൽ 25 കോടി വരെ ആളുകളുള്ള ഒരു രാജ്യമാണ്. ഏകദേശം 8,81,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ള പാകിസ്ഥാനിൽ അവിടെ ഏകദേശം 24 മുതൽ 25 കോടി മനുഷ്യരുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ ഏകദേശം 44% ഉള്ള ഈ ലാൻഡ് ഏരിയ, ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ലാൻഡ് ഏരിയയിൽ ആകെ ഉള്ളത് 15 കോടി മനുഷ്യരാണ്. 5% അത്രയും ആളുകളെ ഉള്ളു. അപ്പൊ ആ ഡിഫറൻസ്, ഹ്യൂജ് ഡിഫറൻസ് ആണത്. അപ്പം റിസോഴ്സിന്റെ ഇൻകം എങ്ങോട്ട് സെൻട്രലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത്ര വലിയൊരു ഡിസ്പാരിറ്റി ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറും 15 കോടി, ഏകദേശം 5% ആളുകൾ മാത്രം, ഏകദേശം 1.5 കോടി മനുഷ്യന്മാർ മാത്രം ബലൂചിസ്ഥാനിൽ. അതേസമയം 20-25 കോടി ആണ് പാകിസ്ഥാന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളത്. പിന്നെ ലാൻഡ് ഏരിയ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിന് അടുത്ത് ബലൂചിസ്ഥാൻ ഏരിയ ഉണ്ട്. പക്ഷേ ഇത്രയും ആളുകൾ ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടർ കൂടി അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട മോട്ടിവേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ബലൂചിസ്ഥാന് ഇറാന്റെ ഭാഗത്താണെങ്കിലും ഇറാൻ അടിച്ചൊതുക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് പാകിസ്ഥാൻ ഇപ്പം വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുമ്പം ഇത് അപ്രൈസിങ് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കോമൺ ആയിട്ട് ചർച്ച ചെയ്യുന്ന പോലെ ഒരു 4-5 പീസായിട്ട് പാകിസ്ഥാൻ ഡിവൈഡ് ആയി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കുടിയേറ്റക്കാരുടെ രാജ്യമാണ്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ലാതാകുന്ന അവസ്ഥയിൽ ഇതെല്ലാം ഡിസിൻറ്റഗ്രേറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അത് പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. സാമ്പത്തികമായി വളരെ തകർന്ന അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പോലും ഗവൺമെന്റും ആർമിയും തമ്മിൽ പണത്തിന്റെ കാര്യത്തിൽ അവർക്ക് ആർമിക്ക് സെപ്പറേറ്റ് സോഴ്സ് ഉണ്ട്, ഗവൺമെന്റ് സെപ്പറേറ്റ് സോഴ്സ് ഉണ്ട്. പക്ഷേ അതേസമയം തന്നെ മൊത്തത്തിൽ ഒരു പ്രശ്നം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ അപ്രൈസിങ് വളരെ രൂക്ഷമാകാനുള്ള സാഹചര്യം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ ഒരുപക്ഷെ സ്വതന്ത്ര രാജ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ അനലിസ്റ്റുകൾ പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഈ മേഖലയിലുള്ളത് ലോങ് ടൈം പ്ലാനാണ്. ഷോർട്ട് ടൈം പ്ലാൻ അല്ല, ലോങ് ടൈം പ്ലാനാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാനെ കൃത്യമായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, പാകിസ്ഥാനെ തകർക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ ലോങ് ടൈം പ്ലാനിന്റെ ഭാഗമാണ് ഈ യുദ്ധം. അങ്ങനെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തിയത്, ഇന്റർനാഷണൽ അനലിസ്റ്റുകൾ. തന്നെ പാകിസ്ഥാൻ ഒരുപക്ഷെ ഇന്ത്യക്ക് നമുക്ക് അറിയാം എന്താണെങ്കിലും കുറച്ച് വർഷങ്ങളിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ് നമുക്കുള്ളത്. എന്താണെങ്കിലും പാകിസ്ഥാനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഒരു ഭരണകൂടം ഒരു നാടിനെ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരിക്കുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന ദുരന്തങ്ങളുടെ ഒരു ഉദാഹരണമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ബലൂചിസ്ഥാനിൽ മാത്രമല്ല എത്രയെത്രയോ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളുടെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഫോഴ്സ്ഫുൾ കൺവേർഷൻസ്, അവിടുത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ണീര് വീണ് കുതിർന്നിട്ടുള്ള മണ്ണാണ്. അത്തരത്തിൽ ഒരു മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച് ഒരു നാടിനെ അവിടുത്തെ ഭരണാധികാരികൾ, അത് പട്ടാളമായിക്കോട്ടെ അവിടുത്തെ പ്രധാനമന്ത്രിമാരായിക്കോട്ടെ, ആ നാടിനെ തന്നെ ഒരു കുട്ടിച്ചോറാക്കി മാറ്റിയ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വെടിനിർത്തലിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് നയിച്ച സാഹചര്യമൊക്കെ നമുക്കറിയാം. ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ മേൽ കൊടുത്തു. അപ്പോൾ കരഞ്ഞ് കാല് പിടിച്ചതിന്റെ ഫലമായിട്ടാണ്, പാകിസ്ഥാൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ചതിന്റെ ഫലമായിട്ടാണ് ഒരു വെടിനിർത്തലിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു ഡാമേജ് ആണ് പാകിസ്ഥാന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിന് മേൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അത് പല വാർത്തകളും പുറത്ത് വരുന്നതേ ഉള്ളൂ. അവരുടെ എയർബേസ്, ഒപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അത് ശരിക്കും ലോകത്തിനൊരു മുന്നറിയിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മത തീവ്രവാദം ഒരു നാടിൽ എത്രത്തോളം ആഴത്തിൽ വേരിറങ്ങുന്നുവോ അത്രത്തോളം വേഗത്തിൽ ആ നാട് നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം അതിൽ വലിയൊരു ഉദാഹരണമാണ് ഈ പാകിസ്ഥാന്റെ എക്കണോമി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അവിടുത്തെ ഈ വരേണ്യ വർഗ്ഗക്കാർ അല്ലെങ്കിൽ ഭരണതലപ്പത്തുള്ളവർ അല്ലെങ്കിൽ സൈനികർ ഒക്കെ വലിയ രീതിയിലൊക്കെ ലാവിഷായിട്ട് ജീവിക്കുന്നുണ്ടാകും. പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങൾ വലിയ രീതിയിലുള്ള
രീതിയിലുള്ള പട്ടിണിയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച അവിടുത്തെ ഭരണാധികാരികളാണ്, അവിടുത്തെ പട്ടാളമാണ്. പലപ്പോഴും ഇവർ ഈ അന്താരാഷ്ട്ര തലത്തിലൊക്കെ, ഞാൻ നേരത്തെ സുഷമ സ്വരാജിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു, അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇന്ത്യ ഇങ്ങനെ കുറ്റം പറയാൻ ഇവർക്ക് വലിയ ഉത്സാഹമാണ്. പക്ഷേ എന്താ പറയണേ, ആ സ്വന്തം കണ്ണിലെ തടികഷ്ണം ഇവർ ഒരിക്കലും കാണത്തില്ല. അത് തന്നെയാണ് പാകിസ്ഥാന്റെ വിധിക്കപ്പെട്ട ഒരു വിധി എന്ന് പറയുന്നത്. അത് തന്നെയാണ്, സ്വന്തം കണ്ണിലെ തടികഷ്ണം കാണാതെ ഇന്ത്യ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തം മണ്ണിൽ നടക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ബലൂചിസ്ഥാനിലും ഒപ്പം അവിടുത്തെ മൈനോറിറ്റീസിന് നേരെ നടക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ അത് ലോകം ചർച്ചയാക്കരുത് എന്ന ലക്ഷ്യത്തോടെ ഇവർ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ ഇന്ത്യ നയതന്ത്ര തലത്തിലും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ചുട്ട മറുപടി പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഈ ദിവസങ്ങളിൽ നാം കാണുന്നത്. ഏതായാലും ബലൂചിസ്ഥാനിൽ ഇനി വരും നാളുകളിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായിരിക്കും. റോബിൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു പുതിയ രാജ്യത്തിൻ്റെ ഒരു പിറവി നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കാം ബലൂചിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിലൂടെ. അത് എങ്ങനെ ഇന്ത്യ ആ ഒരു സിറ്റുവേഷനെ നോക്കിക്കാണും അല്ലെങ്കിൽ ഡീൽ ചെയ്യും എന്നത് ആകാംക്ഷയോടുകൂടി തന്നെ നമുക്ക് നോക്കിക്കാണാം. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വലിയൊരു തകർച്ചയിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും ഒരുപക്ഷെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ ഒരു പിറവി എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഭീകര രാഷ്ട്രം, ആ ഒരു രാജ്യം, പ്രത്യേകിച്ച് ആ പാകിസ്ഥാൻ്റെ ആ ഒരു ഭരണ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ചവർ തന്നെയാണ് പലപ്പോഴും ആ രാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. ഒരു മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച അധികാരികൾ ഒരു രാജ്യത്തെ ഭരിച്ചു കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്ത് ആ ഒരു ഭരണം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ നേർക്കാഴ്ച തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്തതുപോലെ ആ ഒരു ബലൂചിസ്ഥാൻ ആ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ തീർച്ചയായിട്ടും ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകളുടെ കണ്ണ് തിരിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു വിഘടനവാദത്തിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ പിറവി നമുക്ക് അടുത്ത കാലത്ത് പ്രതീക്ഷിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. അതിനാൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോക രാജ്യങ്ങൾ ബലൂചിസ്ഥാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അതിക്രൂരമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങളിലൂടെ തന്നെയാണ് ബലൂചിസ്ഥാനിലെ ആ ഒരു ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഇന്ത്യ അനുകൂല നിലപാട് ആ പ്രദേശത്തെ ജനങ്ങൾക്കൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ ബലൂചിസ്ഥാനിലെ സംഭവവികാസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് അതീവ നിർണായകം തന്നെയാണ്. ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരെയുള്ള നമ്മുടെ മാതൃ രാജ്യത്തിൻ്റെ ആ ഒരു പോരാട്ടം അതിശക്തമായിട്ട് തന്നെ തുടരട്ടെ. യാതൊരു തരത്തിലുള്ള ഒരു ഭീകരതയ്ക്കെതിരെ യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് ഇനിയും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകട്ടെ. അതിനുള്ള എല്ലാ പിന്തുണയും നമ്മുടെ ഭരണാധികാരികൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നൽകട്ടെ, അവർക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.